ഭക്ഷണം കഴിച്ച് രോഗിയാവുക, മരുന്ന് കഴിച്ച് രോഗത്തെ വർദ്ധിപ്പിക്കുക. ഇതാണ് പുതിയൊരു രീതി എന്ന് പറയുന്നത്. ഇത്തരം വിഷയങ്ങൾ ഗൗരവത്തോടെ പഠിക്കേണ്ടത് പുതിയ കാലഘട്ടത്തിലെ യുവാക്കളും യുവതികളുമാണ്. കേരളത്തിൽ ഓരോ മാസവും ഏകദേശം 2 ലക്ഷത്തോളം ചെറുപ്പക്കാര്, ചെറിയ പ്രായമുള്ളവർ കിഡ്നി തകർന്നു പോവുകയും ഡയാലിസിസിന് വിധേയമാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. വളരെ ചെറിയ പ്രായത്തിൽ ഡയാലിസിസ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും മനുഷ്യൻ ജീവിതത്തിൽ അന്വേഷിക്കുന്നത് സൗഖ്യമാണ്. എല്ലായിടത്തും മനുഷ്യൻ അന്വേഷിക്കുന്നത് ജീവിതത്തിലെ സന്തോഷമാണ്. എല്ലാവരും പരസ്പരം അന്വേഷിക്കുന്നത് ക്ഷേമത്തെക്കുറിച്ചാണ്. എല്ലാവരും എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ആരോഗ്യത്തിനാണ്. വിശുദ്ധ ദീനുൽ ഇസ്ലാം തൗഹീദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നിടത്തൊക്കെയും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമാണ് മുസ്ലിമീങ്ങൾ. നിസ്കാരത്തിലെ ചില പ്രാർത്ഥനകളിലും അല്ലാത്തയിടത്തെ ചില പ്രാർത്ഥനകളിലും ഇസ്ലാമിക സമൂഹം വഹ്ദിനി വആഫിനി, ഹിദായത്ത് ചോദിച്ച ഉടനെ ആഫിയത്തിന് ചോദിക്കുന്നു. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആരോഗ്യവാനാകാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയം പ്രഭാതമാണ്. പ്രഭാതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുബ്ഹ് നിസ്കാരത്തിന്റെ രണ്ടാമത്തെ റക്അത്തിന്റെ ഇഅ്തിദാലിൽ നിന്ന് കഴിഞ്ഞാൽ ലോകത്തിന്റെ നാനാഭാഗത്തുള്ള മുസ്ലിമീങ്ങൾ ദുആ ചെയ്യുന്നൊരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത്. ഹിദായത്തിനോളം വലിയൊരു കാര്യം നമുക്ക് അല്ലാഹുവിനോട് ചോദിക്കാനുണ്ടോ? മനുഷ്യനായി ജനിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യനായി പിറന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൗതിക ലോകത്ത് അല്ലാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം തൗഹീദാണ്. മുഅ്മിനാവാൻ കഴിയുക എന്നതാണ് ഈ ഭൂമികയിലെ ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനാവുക എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഭാഗ്യം. അറിയുക പ്രിയപ്പെട്ടവരെ, ഈ ഭൗതിക ജീവിതത്തിൽ മനുഷ്യൻ അല്ലാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ അനുഗ്രഹം പ്രമേഹമില്ലാത്ത ശരീരമുണ്ടാവുക എന്നതാണ്. ഹൃദ്രോഗമില്ലാത്ത ശരീരമുണ്ടാവുക എന്നതാണ്. തേയ്മാനം സംഭവിച്ചിട്ടില്ലാത്ത കാൽമുട്ടുണ്ടാവുക എന്നതാണ്. ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്ന കിഡ്നികൾ ഉണ്ടാവാതിരിക്കുക എന്നതാണ്. ഏറ്റവും ആരോഗ്യവാനായി ജീവിക്കുക എന്നതാണ് ഈ ഭൗതിക ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ അനുഗ്രഹമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര പേരുണ്ട് ഈ അനുഗ്രഹം ആസ്വദിക്കുന്നവർ? എന്റെ ഈ സദസ്സിനോട്, എന്നെ ശ്രവിക്കുന്ന ഈ സദസ്സിനോട്, ഈ ഭൗതിക ജീവിതത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടോ? ഇല്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ നിർഭാഗ്യവാന്മാരാണ്. പൈസ കൊടുത്ത് വാങ്ങാൻ കഴിയാത്തതാണ് ആരോഗ്യമെന്ന ബോധ്യമായി. വില കൂടിയ ഭക്ഷണം കഴിച്ചാൽ ലഭിക്കാത്തതാണ് ആരോഗ്യമെന്ന് ബോധ്യമായി. ഇല്ലാത്ത ആരേലുണ്ടോ? വില കൂടിയ ഭക്ഷണം കഴിച്ചാൽ ആരോഗ്യമുണ്ടാകുമെന്നാണ് പലരുടെയും തെറ്റിദ്ധാരണ. ഈ സദസ്സ് ഓർമ്മിക്കുമെങ്കിൽ ഒരു കാര്യം ഞാൻ ആവർത്തിച്ചു പറയാം. ഭക്ഷണം കഴിച്ചിട്ടാണ് പുതിയ തലമുറ രോഗികളായത്. ഭക്ഷണം ആ മനുഷ്യനെ രോഗിയാക്കിയത്. മാരകമായ ക്യാൻസർ വർദ്ധിപ്പിച്ചത്
കാഞ്ഞങ്ങാട് പ്രദേശത്തെ വല്ലാതെ കിഡ്നി രോഗികളെ സൃഷ്ടിച്ചത്, ക്യാൻസർ രോഗികളെ സൃഷ്ടിച്ചത്, കാഞ്ഞങ്ങാടിന്റെ മറ്റൊരു വലിയ ദുരന്തം കരള് രോഗം വർദ്ധിക്കുന്നു എന്നതല്ലേ? കരള് രോഗം, ഹെപ്പറ്റൈറ്റിസ് എയും ബിയും സിയും. ഏത് സംവിധാനം കൊണ്ടാണ് നിങ്ങൾ ഇതിനെയൊക്കെ ഒന്ന് തടുക്കുക? ഏതൊരു സംവിധാനം കൊണ്ടാണ് മാരകമായ രോഗങ്ങളെ നിങ്ങൾ തടുക്കുക? എന്തൊരു വഴിയുണ്ട് പറയാൻ? ഇന്ന് രാജ്യത്ത് ജീവിച്ചിരിപ്പുള്ള പ്രഗത്ഭരായ മുഴുവൻ ഡോക്ടേഴ്സ്, പത്തോളജിസ്റ്റുകൾ, അവർക്ക് ആധുനിക മനുഷ്യ സമൂഹം അനുഭവിക്കുന്ന മാരകമായ രോഗങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിയില്ല. ഇതൊരു പബ്ലിക് വേദിയിലാണ് ഞാൻ പറയണത്. കഴിയില്ല അവർക്ക്. ഞാനൊരു പബ്ലിക് വേദിയിലാണ് പ്രസംഗിക്കുന്നത്, ഓപ്പണായത്. നിങ്ങളുടെ മുന്നിലുള്ള നൂതന സംവിധാനങ്ങൾ കൊണ്ട്, നിങ്ങളുടെ പരിചയത്തിലുള്ള അതിനൂതന സംവിധാനങ്ങൾ കൊണ്ട് മനുഷ്യന് മേൽ പടർന്നു പിടിക്കുന്ന മാരകമായ രോഗങ്ങളെ തടുത്തു നിർത്താൻ സാധ്യമല്ല. ഇത് ലോകാരോഗ്യ സംഘടനയ്ക്ക് ബോധ്യമായതാണ്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന് ബോധ്യമായതാണ്. നമുക്കങ്ങോട്ട് ബോധ്യമായിട്ടില്ല എന്നേ ഉള്ളൂ. പാറപ്പള്ളി മക്കാം ഉറൂസിന്റെ വേദിയിൽ എന്തിനാണ് ഇങ്ങനെ ഒരു വിഷയം സംസാരിക്കുന്നത് എന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഒന്ന് കേൾക്കണേ. ഇസ്ലാമിലെ ഏറ്റവും പ്രധാനമുള്ള വിഷയമാണ് മനുഷ്യന്റെ ആരോഗ്യം. അസ്സിഹ്ഹതു നിഅമതും മിനൽ ജന്നഹ്. ഭൗതിക ലോകത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന സ്വർഗീയമായ അനുഗ്രഹത്തിന്റെ പേരാണ് ആരോഗ്യമെന്ന് തിരിച്ചറിയണം. നീ ഹിദായത്തിന് വേണ്ടി അള്ളാനോട് ചോദിച്ചു കഴിഞ്ഞാൽ, പാറപ്പള്ളി മക്കാം ഉറൂസിന്റെ സദസ്സിൽ എന്തിനാണ് രോഗവും മരുന്നും ഒരു പ്രസംഗമായി പറയണത് എന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവർ കേൾക്കണം. ഇസ്ലാമിൽ ഏറ്റവും പ്രധാനമുള്ള ഇൽമ് ഇതാണ്. വിശുദ്ധ ഇസ്ലാമിൽ, പരിശുദ്ധമായ ഇസ്ലാമിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഇൽമ് ഇതാണ്. ഇൽമുൽ അബ്ദാൻ. ഇൽമുൽ അബ്ദാൻ എന്ന് പറഞ്ഞാൽ ശരീരത്തെക്കുറിച്ചുള്ള അറിവാ. ശാരീരികമായ നിലനിൽപ്പിന്റെ അറിവാണത്. ശാരീരികമായ ശക്തിയുടെ അറിവാണത്. ഇന്നിപ്പോ വെള്ളിയാഴ്ച അസ്തമിച്ച രാത്രിയാണ്. വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ മനുഷ്യ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. യൗമുൽ ജുമുഅ, ലൈലത്തുൽ ജുമുഅ എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യാരോഗ്യവുമായി വളരെ പ്രധാനപ്പെട്ട ദിവസമാണത്. അപ്പൊ ഈ സദസ്സ്, നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടി ഈ സദസ്സ് ജീവിതത്തിൽ ആനന്ദത്തോടെ ജീവിക്കണം, റാഹത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള സദസ്സാണ്. നിത്യവേദന കൊണ്ട് ജീവിതം ദുരിതത്തിലാവരുത് എന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള സദസ്സാണ്. നിത്യവേദന കൊണ്ട് ജീവിതത്തിൽ ദുരിതങ്ങൾ ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള സദസ്സാണ്. കേരളീയരുടെ ഏറ്റവും വലിയ ദുര്യോഗമെന്ന് പറയുന്നത്, കേരളീയരുടെ ഏറ്റവും വലിയ പ്രയാസമെന്ന് പറയുന്നത് മരുന്നുകൾ കാരണം മാരകമായ രോഗം പിടികൂടിയവരാണ്. കഴിക്കുന്ന മരുന്നുകൾ കാരണം മാരകമായ രോഗങ്ങൾ പിടികൂടിയവരാണ് നമ്മുടെ ദേശത്തുള്ളവർ. അലോപ്പതി മരുന്ന്, ഹോമിയോപ്പതി മരുന്ന്, ആയുർവേദ മരുന്ന് എന്നൊക്കെ കേട്ട കൂട്ടത്തിൽ ഞാൻ ഈ അടുത്ത് കേട്ടൊരു മരുന്നിന്റെ പേരാണ് ചാത്തൻ മരുന്ന്. ചാത്തൻ മരുന്ന് എന്ന് ഇവിടെ പറയലുണ്ടോ? ചാത്തൻ എന്തിനാ പറയാ? കുട്ടിച്ചാത്തൻ എന്ന് കേട്ടിട്ടുണ്ട്, അതിന്റെ വലിയ ചാത്തനും ഉണ്ട്. ചാത്തൻ മരുന്ന് കേരളത്തിൽ സുലഭമായി വിറ്റഴിക്കപ്പെടുന്ന ഒരു മരുന്ന് പേരാണ് ചാത്തൻ മരുന്ന്. കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഞാൻ ഈ അടുത്തൊരു വിശേഷം കണ്ടു. എന്റെ മൊബൈലിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഫോട്ടോ എടുത്തിട്ട്. കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് ആ റിപ്പോർട്ട് വന്നത്. അതിവിടെ തന്നെ പറയണ്ടേ. കാസർഗോഡ് ജില്ലയിൽ
നോർമലായി നടക്കേണ്ട പ്രസവം ഓപ്പറേഷൻ ആക്കുന്നത് സജീവമാണത്രേ. ഇത് അതിൽ പെടൂലേ? ജില്ല പെടൂലേ? നിങ്ങൾ കേട്ടോളി എന്നാൽ. എന്റെ അടുത്തുണ്ട്, എന്റെ മൊബൈലിലുണ്ട്, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ നോർമലായി നടക്കേണ്ട പ്രസവം ഓപ്പറേഷൻ ആക്കുന്നു. ഞാൻ ഫോട്ടോ സഹിതം റിപ്പോർട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലെങ്കിലേ എൻഡോസൾഫാൻ ദുരിതത്തിലാണ് ഈ ജില്ല. മറ്റൊന്ന് കോളാപാനീയങ്ങളുടെ ദുരിതത്തിലാണ് ഈ ജില്ല. കോളാപാനീയങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന നാട്ടുകാരാണ് നിങ്ങളുടെ നാട്ടുകാർ. കോളാപാനീയങ്ങൾ സംസം പോലെ ബഹുമാനിക്കുന്നില്ല നിങ്ങള്. കോളാപാനീയങ്ങൾ കൊണ്ട് ക്യാൻസർ കൂടിയ ഒരു ജില്ലയാണിത്. ചെറുപ്പക്കാരുടെ വയറ് നശിച്ചുപോയ ഒരു പ്രദേശമാണിത്. യുവാക്കളുടെ ജീവിതത്തിലെ പല ഗുണങ്ങളും നഷ്ടപ്പെട്ടു പോയ ഒരു ദേശത്താണ് ഞാൻ വന്നു നിൽക്കുന്നത്. അപ്പൊ ഈ പരിശുദ്ധമായ ഉറൂസ് മുബാറക്കിൽ മനുഷ്യാരോഗ്യത്തിന്റെ ജീവിതത്തിൽ എപ്പോഴും വേദനകളില്ലാതെ ജീവിക്കുന്നതിന്റെ മഹത്വം പറയണം. പരിശുദ്ധ മതം ഇസ്ലാം മനുഷ്യന്റെ ജീവിതത്തിൽ ആരോഗ്യത്തിന് വലിയ പവിത്രമായ സ്ഥാനം നൽകി. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നമ്മെ പഠിപ്പിക്കുന്നു, സയ്യിദുനാ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാര ശേഷം പ്രാർത്ഥിക്കുമ്പോൾ ഈമാന് വേണ്ടി ദുആ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഗൗരവത്തോടെ ദുആ ചെയ്തിരുന്നത് ആരോഗ്യത്തിന് വേണ്ടിയായിരുന്നു. ഇതിനെന്തുമാത്രം പ്രസക്തിയുണ്ടെന്ന് ആലോചിക്കണം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കരൾ രോഗവും കിഡ്നി രോഗവും ക്യാൻസറും ഹൃദ്രോഗവും മസ്തിഷ്ക രോഗവും അസ്ഥി തേയ്മാന രോഗങ്ങളും വ്യാപിക്കുന്ന കാലഘട്ടത്തിൽ വഅഫിനി എന്ന പ്രാർത്ഥനയുടെ പൊരുൾ അറിയാൻ ഇനിയും നമ്മൾ വൈകിപ്പോയാൽ, വഅഫിനി എന്ന ദുആഇന്റെ പൊരുൾ അറിയാൻ നമ്മൾ വൈകിപ്പോയാൽ രോഗികളില്ലാത്ത വീടുകൾ സ്വപ്നം പോലും കാണാൻ കഴിയില്ല. പ്രതിരോധ മരുന്ന് കുത്തിവെപ്പ് മാമാങ്കങ്ങൾ കൊണ്ട് ക്യാൻസറിനെ ഇല്ലായ്മ ചെയ്യാൻ കഴിയൂല. കരൾ രോഗങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ കഴിയൂല. പുതിയ കാലത്തെ മനുഷ്യന്റെ ദുരിതങ്ങളിൽ ഈ മാരകമായ രോഗങ്ങളൊക്കെയാ ഉള്ളത് എന്ന് ഉത്തരവാദിത്തപ്പെട്ടവരൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പുതിയ കാലത്തെ മനുഷ്യ ജീവിതത്തിലെ ദുരിതങ്ങൾ ഇതൊക്കെയാ. ശരീരത്തിൽ നിന്ന് ആഴ്ചയിൽ 1-2 തവണ നീര് കുത്തിയെടുക്കുക. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കിയ മനുഷ്യന്മാരെ, ശരീരത്തിൽ നിന്ന് ആഴ്ചയിൽ പോയി നീരിങ്ങനെ കുത്തിയെടുക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ എന്താണ്? അയാൾക്ക് മരണത്തോട് ഇത്തിരി സ്നേഹം കൂടും, ജീവിക്കാൻ വല്ല പൂതി ഉണ്ടാവൂല. അള്ളാഹുവേ, ഈ കൂട്ടത്തിൽ ആരെങ്കിലും കിഡ്നി സംബന്ധമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്ക് നീ ശിഫ നൽകണേ അല്ലാ. അവർക്ക് നീ ശിഫ നൽകണേ തമ്പുരാനെ. കിഡ്നി രോഗികൾക്ക് ഏറ്റവും ആവശ്യം ഇസ്തിഗ്ഫാറാണ്. അവരെ രോഗത്തിന് ശിഫ കിട്ടണമെങ്കിൽ അവർ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. സുബ്ഹാനല്ലാഹ് എന്നുള്ള ദിക്ർ വർദ്ധിപ്പിക്കണം. ഞാൻ സമയമുണ്ടെങ്കിൽ പറയാം. അല്ലാണ്ട് മരുന്നോട് മാത്രമൊന്നും കളിച്ചവിടെ എത്തൂല. സുബ്ഹാന മലിക്കിൽ ഖുദ്ദൂസ്, സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ പോലത്തെ പ്രാർത്ഥനകളും മറ്റും കിഡ്നി സംബന്ധമായ പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ പ്രാർത്ഥനയായി ആശ്രയിക്കണമെന്ന് ഞാൻ അവസരോചിതം ഉണർത്തുകയാണ്. അല്ലാഹു എല്ലാവർക്കും ശിഫ നൽകട്ടെ, ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ.